ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹ്യൂമനിസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാനവികതയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റിനൈസൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്. ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് ഹ്യൂമനിസം. അപ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഹ്യൂമനുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന എന്തോ ഒന്നാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്ത് വന്നത്, അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. നവോത്ഥാനം അടിസ്ഥാനപരമായി മാനവികതയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ദൈവികതയേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നത് മനുഷ്യപ്രവർത്തികൾക്കായിരുന്നു. എന്നാൽ മധ്യകാലഘട്ടം ദൈവികതയെ അടിസ്ഥാനമാക്കിയുള്ളതും മനുഷ്യ ചെയ്തികൾ പിന്തള്ളപ്പെടുകയും ചെയ്തു. അങ്ങനെ വിസ്മരിക്കപ്പെട്ടു പോയ ക്ലാസിക്കൽ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്ന ഒന്നായിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത്. അതിനാൽ മാനവികത എന്നാൽ മനുഷ്യ അറിവുകളുടെ പുനർജന്മമാണ്. അപ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മധ്യകാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതായിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ നവോത്ഥാനത്തിന്റെ ഒരു കേന്ദ്ര ആശയമാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിനൈസൻസിനെ നമുക്ക് ഇങ്ങനെയും നിർവചിക്കാം: മനുഷ്യ അറിവുകളുടെ പുനർജന്മമാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഈ വീണ്ടെടുക്കൽ ശ്രമത്തില് മതയാഥാസ്ഥിതികവാദികൾ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം നേടാനും സ്വതന്ത്ര അന്വേഷണത്തിനും വിമർശനത്തിനും ആളുകളെ പ്രാപ്തരാക്കാനും എന്തിനു കഴിഞ്ഞു? ഈ മാനവികതയ്ക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ നവോത്ഥാനത്തിന് കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള മതചിന്തകളെ ചോദ്യം ചെയ്യാനും അവരുടെ ആ ഒരു നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടിയിട്ട് പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിലേക്കുമൊക്കെ മനുഷ്യനെ സഹായിച്ചത് ഈ പറയുന്ന ആശയങ്ങളായിരുന്നു. മധ്യകാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെയും പുരോഹിതന്മാരുടെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ മതചിന്തകൾക്ക് പ്രാധാന്യം നൽകി. എന്നാൽ മതേതര കൃതികൾ എഴുതാൻ ആരംഭിച്ചത് മാനവിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലാണ്. എന്താരംഭിക്കുന്നത്? മതകൃതികൾക്ക് പകരം മതേതര കൃതികൾ, അവിടെ മതത്തിൽ നിന്നും മാറി അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് പുതിയ പല കാര്യങ്ങളിലേക്കും, അതായത് പ്രകൃതിയെ കുറിച്ചും പ്രകൃതിയിലെ പല സംഭവ വികാസങ്ങളെ കുറിച്ചുമൊക്കെ എഴുതാനായിട്ട് ആരംഭിക്കുന്നത് ഈ മാനവിക കാലഘട്ടത്തിലാണ്. ഈ മാനവികത എന്ന് പറയുന്ന ആശയം ആദ്യം വികാസം പ്രാപിച്ചത് ഇറ്റലിയിലാണ്. എവിടെയാണ്? ഇറ്റലിയിലാണ്. നവോത്ഥാനം പിറവി കൊണ്ട സ്ഥലമാണ് ഇറ്റലി. അവിടെ തന്നെയാണ് മാനവികത എന്ന് പറയുന്ന ആശയവും ഉണ്ടായത്. മറന്നു പോകരുത്, മാനവികത എന്ന് പറയുന്ന ആശയം ആദ്യം രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. ഇതിന്റെ പിതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ സൃഷ്ടാക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത് രണ്ടുപേരാണ്: ഡാൻറ്റെ, അതുപോലെ പെട്രാർക്ക് എന്ന് പറഞ്ഞ. ഇവരെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും, ഇവരുടെ കൃതികൾ ഏതൊക്കെയാണെന്ന്. എന്നിരുന്നാലും മാനവികതയുടെ പിതാവ്, മാനവികതയുടെ പ്രഭാത നക്ഷത്രം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഡാൻറ്റെയും അതുപോലെ പെട്രാർക്ക് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവര് ഇറ്റാലിയൻ നവോത്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള രണ്ട് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കലാകാരന്മാരാണ് പെട്രാർക്കും അതുപോലെ ഡാൻറ്റെയും. പെട്രാർക്കിനെയും അതുപോലെ ഡാൻറ്റെയും കൂടാതെ ലിയനാർഡോ ബ്രൂണി, മനേറ്റി, ഫിസീനോ തുടങ്ങിയവരും ഈ മാനവികതയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഇറ്റാലിയൻ സാഹിത്യകാരന്മാരാണ്. മാനവികതയ്ക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു. അത് മനുഷ്യ പ്രകൃതത്തിന്റെ പ്രകടനങ്ങളും മാനുഷിക നേട്ടങ്ങളുമാണ് വിഷയമാക്കിയത്. ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടുള്ള കൃതികൾ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ നിർമ്മിച്ചിട്ടുള്ള വാസ്തുവിദ്യ, അതുപോലെ ശില്പങ്ങൾ, എല്ലാത്തിലും മനുഷ്യന്റെ ഇതായിട്ടുള്ള ഒരു കൈ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് മനുഷ്യന്റെ അന്തസ്സിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ആദർശത്തിൽ നിന്നും സൃഷ്ടിയിലേക്ക് ഉള്ള ഒരു മാറ്റം ആണ് എന്തായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക? മാനവികതയുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുക ആദർശത്തിൽ നിന്നും സൃഷ്ടിയിലേക്കുള്ളൊരു മാറ്റം. മാനവികവാദികൾ വാദിച്ചതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ കലയുടെ സ്വാധീനം ഈ കാലത്ത് പ്രകടമായിരുന്നു. ഇതിനായിട്ട് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ക്ലാസിക്കൽ കൃതികളെയും പഠിക്കുകയും അവരുടെ ആശയങ്ങളെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെ മാനവികതയുടെ ആശയങ്ങൾ ഇറ്റലിയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അതാണ് പിന്നീട് ആധുനിക യുഗത്തിലേക്ക് നയിച്ചത്.
പെട്രാർക്കിനെയും ഡാന്റെയും പോലെ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ് ഇറാസ്മസ് എന്ന് പറയുന്നത്. മാനവികവാദികളിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഹോളി അല്ലെങ്കിൽ വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്ന് പറയുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന സഭയുടെ തിന്മകളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്ന് പറയുന്നത്. ഈ ഒരു കൃതി പിന്നീട് യൂറോപ്പിൽ മതനവീകരണ പ്രസ്ഥാനം, അതായത് നിലവിലുണ്ടായിരുന്ന കത്തോലിക്ക സഭയിൽ ഒരു മതനവീകരണം, മതത്തിലെ പലതരത്തിലുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുന്നതിന് ആളുകളെ പ്രേരിപ്പിച്ചതും അത് മതത്തെ നവീകരിക്കുന്നതിലേക്ക്, അതാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് പോലുള്ള പലതരത്തിലുള്ള മൂവ്മെന്റുകളിലേക്കൊക്കെ നയിച്ചത്. അപ്പൊ അതിന്റെയൊക്കെ സെന്റർ എന്ന് പറയുന്ന ആരായിരുന്നു? ഇറാസ്മസിന്റെ വിഡ്ഢിത്തത്തിന്റെ ശ്രുതി എന്ന് പറയുന്ന കൃതിയായിരുന്നു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾക്ക് പുറമെ പ്രാദേശിക ഭാഷകളിൽ അച്ചടി വ്യാപകമായി. അതോടുകൂടിയിട്ട് ജനങ്ങളിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കുന്നത്, അതായത് സഭയുടെ കൊള്ളരുതായ്മകളും അതുപോലെ അവരുടെ അന്ധവിശ്വാസങ്ങളെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അതിനെ തുറന്നു കാട്ടുന്നതിനും ആര് കാരണമായിട്ടുണ്ട്? ഈ പറയുന്ന സാഹിത്യകാരന്മാർ കാരണമായിട്ടുണ്ട്. അങ്ങനെ ഈ മാനവിക മൂല്യങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് കാരണമായി. മതനവീകരണത്തിനും നവോത്ഥാനത്തിനും ഒക്കെ തുടക്കം കുറിച്ചത് ഈ മാനവികത എന്ന് പറയുന്ന ആശയമായിരുന്നു. ക്ലിയർ ആയില്ലേ എന്താണ് ഹ്യൂമനിസം എന്നും അതിന്റെ വക്താക്കൾ ആരൊക്കെയാണ്, അതെവിടെയാണ് ആരംഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നവോത്ഥാനം സാഹിത്യത്തിലും കലയിലും അതുപോലെ വാസ്തുവിദ്യ മേഖലയിൽ ശാസ്ത്രത്തിലും ഒക്കെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും പഠിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.